അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉമർ ഹാജി, ഹാമിദ് ഫലാഹി, അബ്ദുറഹ്മാൻ ഹാജി, ഫാറൂഖ് സാഹിബ്, സുന്നി യുവജന ഫെഡറേഷൻ ഓമശ്ശേരി മേഖല പ്രവർത്തകർ, കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമത്തിലാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ നമ്മുടെ എല്ലാമെല്ലാമായിരുന്ന നമ്മുടെ ഉപ്പ യാത്രയായിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. ഈ ഒരു അവസരത്തിൽ അവിടുത്തെ അനുസ്മരണവും അതുപോലെ തന്നെ അവിടത്തേക്ക് വേണ്ടിയുള്ള ദാനധർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മളിൽ നിന്നത് കബൂലാക്കുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് എത്ര ചെറിയ കർമ്മമാണെങ്കിലും അള്ളാഹു അത് വലിയ പുണ്യമുള്ള അമലായി നമ്മളിൽ നിന്നത് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപ്പയുടെ പരലോക ജീവിതം ആനന്ദത്തിലും സന്തോഷത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ഹബീബായ മുത്തുനബിയുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുസ്മരണ പ്രാർത്ഥനാ സമ്മേളനമാണ്. ഉദ്ഘാടന പ്രഭാഷണത്തിൽ നിന്നും സ്വാഗതത്തിൽ നിന്നും നമുക്കതിൻ്റെ ആകത്തുക മനസ്സിലാകുകയും ചെയ്തു. ഇനി ഇവിടെ മുഖ്യപ്രഭാഷകൻ നമ്മുടെ എല്ലാമെല്ലാമായ അഡ്വക്കേറ്റ് ഫാറൂഖ് സാഹിബിൻ്റെ പ്രഭാഷണം നടക്കാനുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ അനുസ്മരിക്കാൻ നമ്മുടെ അജയന്മാരുണ്ട്. കഴിയുന്ന പ്രവർത്തകരൊക്കെ നമുക്ക് ഉപ്പയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഉപ്പയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ മിന്നി മറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഏകദേശം ഈ പരിപാടി കഴിഞ്ഞ വെള്ളിയാഴ്ച തീരുമാനിക്കപ്പെടുമ്പോൾ അസമയം മുതൽ ഈ സമയം വരെ ഇതിൻ്റെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഞാനായിരിക്കും എന്നുള്ള എനിക്ക് കൃത്യമായ ബോധമുണ്ട്. മനസ്സിൽ പലതും ആഗ്രഹിച്ചിട്ടുണ്ട്, പറയാൻ ഒരുക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഒന്നും എങ്ങനെയെങ്കിലും ലിങ്കായി കിട്ടുന്നില്ല. അതേ അവസരത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഏതായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ്, 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പയെ നേരിട്ട് പരിചയമുണ്ട്. അതിൻ്റെ മുമ്പ് 19-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെളിമണ്ണ സുലൈമാൻ മുസ്ലിയാർ എന്ന ആ ഒരു നാമം പലപ്പോഴായി കേൾക്കാറുണ്ട്, പരിചയമുണ്ട്. ഓഫീസിൽ വണ്ടൂർ ബുൽബുലിൻ്റെ നുസ്രത്തിൻ്റെയും ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജമിയത്തുൽ ഉലമയുടെ മുഷാവറാംഗങ്ങൾക്ക്, പ്രധാനപ്പെട്ടവർക്ക് അവിടുന്ന് മാസികകൾ ഫ്രീ കോപ്പികളായി അയക്കുമ്പോൾ അതിലൊന്ന് എം സുലൈമാൻ മുസ്ലിയാർ വെളിമണ്ണ എന്നാണ്. അതുപോലെ തന്നെ ജമിയത്തുൽ ഉലമയുടെ മുഷാവറക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് എഴുതുമ്പോൾ ആ കത്ത്
അയക്കുമ്പോൾ അപ്പോഴും ഉപ്പക്ക് കത്തെഴുതിയതായ ഓർമ്മയുണ്ട്. അന്ന് ഞാൻ വയനാട്ടുകാരനാണ്. വയനാട്ടിൽ നിന്ന് കട്ടിപ്പാറ ആ സ്ഥലത്തേക്ക് മാറിയതിന് ശേഷം ഈ ഭാഗത്താണ് ഞാൻ താമസിക്കുന്ന പുനൂർ ഭാഗത്താണെന്നറിഞ്ഞതിന് ശേഷം മാനായ നമ്മുടെ മൗലാന നജീബ് ഉസ്താദൊക്കെ നിങ്ങളെ സുലൈമാ മുസ്ലിയാർ എന്ന് പറയാം. അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ അടുത്ത ആ ഒരു രാജ്യക്കാരനും സ്ഥലക്കാരനുമാണെന്നുള്ള ആ നിലയിൽ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയുമ്പോൾ നിങ്ങളെ സുലൈമാ മുസ്ലിയാർ എന്നാണ് പറയാറുള്ളത്. മറ്റു യോഗങ്ങളിലൊക്കെ കാണും. അതുപോലെ തന്നെ ദൂരത്തുനിന്ന് കണ്ടിട്ടുള്ള പരിചയവും ആ ബർക്കത്തെടുക്കലും മാത്രമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട രാമന്തലിത്തങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അടുക്കാൻ പേടിയായിരുന്നു. വേറൊന്നുമല്ല, നമ്മളെന്തോ ചെയ്യുന്നല്ല, ഒരു ബഹുമാനം കൊണ്ടുള്ള ഒരു പേടി, ആ ഒരു ദൂരത്ത് നിന്നുള്ള ആ ഒരു ബന്ധങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞപ്പോൾ കട്ടിപ്പാറയിൽ നിന്നുള്ള എൻ്റെ താമസം തൊട്ടടുത്ത പ്രദേശമായ തലപ്പെരുമണ്ണക്കടുത്ത് കല്ലമ്പുറത്തേക്ക് മാറിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഉപ്പയെ കൂടുതൽ പരിചയപ്പെടാനും അടുത്തിടപഴകാനും സാധിക്കുന്നത്. അതിനുള്ള ഒരു കാരണം, നമ്മളിപ്പോൾ സുന്നി യുവജന ഫെഡറേഷൻ ഓമശ്ശേരി മേഖല എന്ന കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഈ പരിപാടിക്ക് നിദാനമായ ആ ഓമശ്ശേരി മേഖല രൂപീകരണമാണ്. കൊടുവള്ളി മേഖലയിലും നമ്മൾ അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ നമുക്കിവിടെ വേറെ മേഖലയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഓരോ യോഗങ്ങൾക്കും എന്തിനാണ് യോഗം കൂടുന്നതെന്നും എന്താണ് അതിൻ്റെ ആവശ്യകത എന്നും കൃത്യമായിട്ട് ഉപ്പയെ പറഞ്ഞ് മനസ്സിലാക്കാനും ആ യോഗങ്ങൾക്ക് മുഴുവൻ ആവേശപൂർവ്വം, നമ്മേക്കാൾ ആവേശപൂർവ്വം അതിൽ പങ്കെടുക്കാനും അതിൽ ദുആ ചെയ്ത് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാനും നമ്മുടെ ഉപ്പ മുൻപന്തിയിലുണ്ടായിരുന്നു. എത്ര ചെറിയ യോഗമാണെങ്കിലും, എത്ര കുറച്ച് ആളുകളാണെങ്കിലും, ഉപ്പക്ക് വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ദ്വാരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു പോന്നാലും ഉപ്പ ആ സമയത്ത് കൈപിടിച്ച് മക്കളൊപ്പം നമുക്ക് അവിടെ വന്നിരുന്ന് ദുആ ചെയ്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ ഒരു ബന്ധം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അവിടത്തോടൊപ്പമുള്ള ആ വല്ലാത്ത അസുലഭമായ മുഹൂർത്തങ്ങൾ. ഇത് മറക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനമുണ്ടല്ലോ, നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പം നിങ്ങൾ സ്വർഗത്തിലായിരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വചനം നമുക്ക് ഒരു പ്രതീക്ഷയാണ്. എന്തുകൊണ്ടും നമുക്ക് പ്രതീക്ഷയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ വലിയ മശായിഖുമാരുടെ മുമ്പിൽ ഇൽമു നുകർന്ന് അവരുടെ പൊരുത്തങ്ങൾ നേടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ പരിലസിക്കുകയായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടിയായിരിക്കുമ്പോൾ പഠനത്തിന് വേണ്ടിയിട്ട് ദർസിൽ ചെന്ന്, അത് ഒറ്റക്ക് മാതാപിതാക്കൾ കൊണ്ടെത്തിയതൊന്നുമല്ല, ഒറ്റക്ക് പോയിട്ട് എനിക്കങ്ങ് കിതാബ് ഓതിത്തരണമെന്ന് മഹാനായ ഷംസുൽ ഉലമ കിഴാൻ ഓറോട് നബ്ബറല്ലാഹു മർഖദ ഓറോട് പറയുമ്പോൾ, ചെലവില്ല എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കിട്ടൂല എന്ന് പറഞ്ഞാൽ, അതൊന്നും വേണ്ട എനിക്ക് കിതാബ് ഓതിയാൽ മതി എന്നൊരു കുട്ടി പറയുമ്പോൾ, ആ മുമ്പിലിരിക്കുന്ന ആ വലിയ മനുഷ്യൻ, അല്ലെങ്കിൽ ആ ഒരു ഇൽമിൻ്റെ നിറകുടമായ ഷെയ്ഖുന എവിടേക്കായിരിക്കും നോക്കിയിട്ടുണ്ടാകുക എന്നൊന്ന് ആലോചിക്കുക. ശരീരപ്രകൃതിയിലേക്കല്ല, അവരുടെ മനസ്സിലേക്കായിരിക്കണം ആ നോട്ടം തട്ടിയിട്ടുണ്ടാകുക. ഭക്ഷണം എനിക്ക് വേണ്ട, ഇൽമ പഠിക്കാൻ കിതാബ് ഓതി തന്നാൽ മതി എന്ന് അത്ര ചെറുപ്പത്തിലുള്ള ഒരു മുത്തഅല്ലിം പറയുമ്പോൾ, അതിൻ്റെ ആ ഒരു ഊർജവും അവിടുന്ന് കാണിച്ച ഒരു ആവേശം, ഹെർസും മലച്ചയും ഈമാനിനോടും ഇസ്ലാമിനോടും ദുന്യാവിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളോടും അവർ അലച്ച ആ ഷെയ്ഖ് മുഴുവനും ആവാഹിച്ചെടുത്തു എന്ന് നമുക്ക് പറയാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടല്ലേ ഷെയ്ഖുനയുടെ ഒപ്പമുള്ള ജീവിതം, ഖാദിമായിക്കൊണ്ട് തന്നെ ജീവിതം. അവിടത്തെ കുറിച്ച് ചാലപ്പുറം ഉസ്താദ് എന്ന് അറിയപ്പെടുന്നു. നമുക്ക് ഉപ്പയാണ് നമ്മുടെ ഇടയിൽ. വലിയ വലിയ ആളുകളൊപ്പം വെളിമണ്ണ സുലൈമാൻ മുസ്ലിയാരാണ്, അവിടെ ചാലപ്പുറം ഉസ്താദാണ്. അവിടുത്തെ പഠനകാലം അത് കഴിഞ്ഞ് അവിടെ തന്നെ ജോലിയിലായി.
അവിടെ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട ഉപ്പാക്ക് കഴിഞ്ഞു, നമ്മുടെ ഷെയ്ഖുനക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മതി. ഓരുടെ തണലിലായി ജീവിച്ച് ഓരുടെ പൊരുത്തങ്ങൾ മുഴുവനും നേടി ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഒരു ആലിം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുക. ഇൽമ അള്ളാഹു താല നമുക്ക് നൽകുക. അള്ളാഹു ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനക്ക് വല്ല ഖൈറും അള്ളാഹു താല ദുനിയാവിൽ കരുതിയിട്ടുണ്ടെങ്കിൽ, അവനെക്കുറിച്ച് അള്ളാഹു താല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഫിഖ് അറിയുന്ന അല്ലെങ്കിൽ ഒരു ആലിമാക്കുമെന്നുള്ള ആ ഒരു തിരുവചനത്തോട് നമുക്കിത് കൂട്ടി വായിക്കുമ്പോൾ ഏറ്റവും വലിയൊരവസ്ഥയിൽ എത്തിയത് ഓറിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച് അവിടുത്തെ ഖിദ്മത്തിലായി ജീവിച്ച് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്ന 40 അംഗ മുശാവറംഗങ്ങളിലേക്ക് ഒരാളായി തിരഞ്ഞെടുക്കപ്പെടാൻ തൻ്റെ പ്രിയ ഗുരുവിൻ്റെ സമ്മതത്തോടുകൂടെ പ്രിയ ഗുരുവാണ് നാമനിർദ്ദേശം ആക്കുന്നത്. ഇന്ന് ജമിയത്തിലേക്ക് എടുക്കാം. ഇതിനേക്കാൾ വലിയൊരു പദവി ഇന്ന് കേരളത്തിൽ നല്ല ദുന്യാവിലില്ലല്ലോ. ആ 40 മുശാവറംഗങ്ങളിൽ ഒരാളും മരിച്ചെങ്കിലേ മറ്റൊരാൾക്ക് അങ്ങ് കയറാൻ കഴിയുള്ളൂ. എല്ലായിടത്തുള്ളത് പോലെ ഞാൻ നാളെ പോവുകയാണെന്ന് പറഞ്ഞ് രാജിക്കത്ത് കൊടുത്ത് അങ്ങനെ പോകാനും പറ്റൂല, അങ്ങനെ പോകൂല. ഒരു സമുദായത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നേർദിശ കാണിക്കാൻ അതിന് ഏത് രൂപത്തിൽ വന്നാലും അതിൻ്റെ മസാലകളും അതിൻ്റെ വിഷയങ്ങളും കൃത്യമായിട്ട് തെര്യപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിൻ്റെ അതിർവരമ്പുകൾ കൃത്യമായി കാണിച്ചു കൊടുത്ത് അവർക്ക് വഴികാട്ടാൻ 40 അംഗ മുശാവറങ്ങയാണ്. ആ മുശാവറംഗങ്ങളിലേക്ക് ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എത്ര ചെറുപ്രായമാണ് അവിടുന്ന്. ആ പ്രായത്തിൽ മഹാനായ ഷേഖ്, അവിടുത്തെ ഷേഖ് ഓർ നാമനിർദ്ദേശം ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരൊറ്റൊരു സംഭവം തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കും അവിടുത്തെ ദറജയും പദവിയും അവിടുന്ന് ദുന്യാവിൽ അനുഭവിച്ചിട്ടുള്ള രസങ്ങളും സുഖങ്ങളും. അവിടത്തെക്കുറിച്ച് ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ പലതായിട്ട് കേൾക്കാം. അവിടുത്തെ വൃത്തി എപ്പോഴും ഫുൾ കണ്ടീഷനാണല്ലോ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. വീട്ടിലിരിക്കുമ്പോൾ എന്നാൽ തന്നെ ഒരഴുക്കോ അല്ലെ ചളിയോ ഒരു മുഷിഞ്ഞ വേഷോ ഒന്നും വേണ്ട. നമ്മളൊക്കെ ഇടുന്ന മാതിരി പിന്നെ ദോശൻ്റെ മാതിരിയുള്ള പിന്നെ എന്താ പറയുക ബനിയന് അതുവരെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ആ മുഖത്ത് നോക്കുമ്പോണ്ടാകുന്ന നൂറാനിയത്ത്, നമുക്ക് അവിടുത്തെ നൂറാനിയത്ത് തിരിച്ചറിയാനും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാനും നമ്മളത്ത് നൂറില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈമാനിൻ്റെ കണിക നമ്മളിൽ ബാക്കിയാകുമ്പോൾ അത് നമുക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നുവെങ്കിൽ അവിടുത്തെ നൂറാനിയത്തും നമ്മളെ നൂറാനിയത്തും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ പൂമുഖത്ത് വന്നിരിക്കുമ്പോൾ അവിടത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു രസം. ഈ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുകയാണെന്നുണ്ടെങ്കിലും അനുഭവിച്ചവർക്കറിയാം അവിടെ നിന്ന് നോക്കിയാൽ പള്ളി നിറയെ ആളാണ്. അല്ലാതെ എൻ്റെ മാതിരി വലിയ സാധനമായിട്ടൊന്നും അല്ലല്ലോ. തിരിഞ്ഞിരിക്കുമ്പോഴും നമുക്ക് എവിടെ നോക്കിയാലും ഉപ്പയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ആ മുഖത്ത് പരിലസിക്കുന്ന ഈമാനിൻ്റെ കണിക നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വിധത്തിലേക്ക് മഹാൻ വളർന്ന് അവിടുത്തെ ജീവിത വിശുദ്ധി കൊണ്ട് അതങ്ങനെ തന്നെ മുറുകെ പിടിച്ച് മരണം വരെ അല്ല, അവിടുന്ന് വഫാത്തായിട്ടും അങ്ങനെ തന്നെ നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന മഹാനാണ് നമ്മുടെ ഉപ്പ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി നിൽക്കുമാണ്. അവിടുത്തെ മദദ് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതവും അവിടത്തോടൊപ്പം ചേരാനുതകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടുത്തെ ജീവിതം മറ്റുള്ളവർക്ക് തുണയായിരുന്നു, രക്ഷയായിരുന്നു, ഒരു തണലായിരുന്നു അവിടുത്തെ ജീവിതം. നമുക്കറിയാം, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് ജുമാക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത്
ഉപ്പയെ കാണാനും കൂടെയാണ് നമുക്ക് വരാൻ കഴിയുക. അതേപോലെ തന്നെയാണല്ലോ നമ്മൾ പന്നൂർ നമ്മുടെ തങ്ങളുടെ പള്ളിയിലേക്ക് പോകുമ്പോൾ ജുമാക്ക് പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് തങ്ങളെ കാണാനും തങ്ങളെ ആ ഒരു വിഷയങ്ങൾ സംസാരിക്കാനും അവിടത്തൊന്ന് സലാം പറഞ്ഞ പൊരുത്തവും ഗുരുത്വവും വാങ്ങിയിട്ട് ഒരാഴ്ചയിൽ ഇങ്ങനെ റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ. നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ സ്ഥാപനം, ഈ മഹത്തായ പള്ളി, നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇത്ര സൗകര്യത്തോടെ ആക്കി തന്നത് നമ്മുടെ ഉപ്പയാണ്. അതിൽ മറ്റൊരു സംശയവുമില്ല. നമ്മൾ ഏത് സംഘടനയിലാണ്, അല്ലെങ്കിൽ ഏത് സമുദായത്തിലാണ്, അല്ലെങ്കിൽ ഏത് സമൂഹത്തിലാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇരിക്കുന്ന ഈ ഇരിപ്പിടം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മാനിച്ചുകൊണ്ട് മാത്രം കൊടുത്തതാണ്. അതിൻ്റെ മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഉപ്പയുടെ ദുആ കൊണ്ട് മാത്രം ചോദിച്ച് വാങ്ങിയതാണ് ഈ പള്ളി, ഒരു സംശയമില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ജുമായും അതിൻ്റെ ഖുതുബയും നിർവഹിക്കണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും ഉറച്ച വിശ്വാസത്തോടെ, അതല്ലാതെ മറ്റൊന്നിനും കീഴ്പ്പെടൂല എന്നുള്ള ആ ഒരു ധൈര്യത്തോടു കൂടെ തന്നെ മറ്റൊരു പള്ളിയിൽ നിന്നും, അല്ലെങ്കിൽ അത് നടക്കാത്ത അങ്ങനത്തെ ജുമാ ഇല്ലാത്ത പള്ളിയിൽ നിന്ന് വന്ന് സ്വന്തം പുരയുടെ സിറ്റൗട്ടിൽ കൊലായിൽ ജുമാ കൂടിയ നമ്മുടെ ഉപ്പ, അന്ന് മുതൽ, എൻ്റെ ഓർമ്മയിൽ അന്ന് മുതൽ നമുക്കൊരു പള്ളി വേണം, നമുക്കൊരു പള്ളി വേണ്ടിയിരുന്നു, നമുക്കൊരു പള്ളി വേണ്ടിയിരുന്നു എത്രയോ തവണ എൻ്റെ കാതിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളി ഉണ്ടാക്കുക എന്നുള്ളതിന് ആദ്യം സ്ഥലം കാണണം, പള്ളി ഉണ്ടാക്കണം, പിന്നെ അതിന് ആളുകൾ വേണം, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. ഇതൊക്കെ എവിടുന്ന് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ അന്നുണ്ട്. ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ 100 1000 തവണയാകില്ല ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച് ചോദിച്ച് ചോദിച്ചു മേടിച്ചതാണ് അള്ളാഹുവിൻ്റെ അടുത്ത്. ഇതിൻ്റെ വാർപ്പ് നടക്കുന്ന സമയത്ത് അന്ന് രാവിലെ ഞാൻ വണ്ടൂരിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദിനെ കണ്ട് പോരാൻ സമയം ഞാൻ പോവാണ്. ഇന്ന് നമ്മളെ വെളിമണ്ണ പള്ളിയുടെ വാർപ്പാണ്, അപ്പം അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് പോരാൻ പറയുമ്പോൾ മൗലാന അവറുകൾ എന്തൊരു സന്തോഷമാണ് അവരുടെ മുഖത്ത്. പുഞ്ചിരിയുള്ള ഒരു എന്താ പറയുക, പ്രത്യേക സൗന്ദര്യമുള്ള ഒരു മുഖഭാവത്തോടു കൂടെ പറഞ്ഞ വാക്ക് ആ മനുഷ്യൻ്റെ ദുആ കൊണ്ടാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ദുആ കൊണ്ട് കിട്ടിയതാണ്. അത് തന്നെയാണ് ചോദിച്ച് മേടിച്ചതാണ് നമ്മളിരിക്കുന്ന സ്ഥാപനം. അപ്പോൾ നമുക്ക് ചെറുതല്ല ഈ സ്ഥാപനം, ഈ പള്ളി. ഉപ്പയുടെ ജീവിതമുണ്ടതിൽ, ഉപ്പയുടെ മാതൃകയുണ്ടതിൽ. നമുക്കെന്താണോ വേണ്ടത് അത് മുഴുവനും ഒരുക്കി തന്ന് എല്ലാം വളരെ സെറ്റാക്കിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അവിടുന്ന് കിടന്നുറങ്ങുന്നതും അതിൻ്റെ ചാര തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൗമത്തുൽ അറൂസ് എന്ന പുതിയാപ്പിൾ ഉറങ്ങുന്നത് പോലെ നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ അത്തരം വിഭാഗത്തിൽ അല്ലാഹു നമ്മെ അവരെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാണ്. നമ്മൾ ഈ നടക്കുന്ന പരിപാടിയിൽ അവിടുന്ന് ഉണ്ടായിരുന്നെങ്കിൽ, മറ്റൊരു പരിപാടിയായിരുന്നെങ്കിൽ ഈ കസേരയിൽ ഇരിക്കേണ്ട ആളാണ്. അവിടുന്ന് ആഗ്രഹിച്ചത് എവിടെയാണോ, അവിടുന്ന് എന്താണോ ആഗ്രഹിച്ചത് അത് മുഴുവനും സഫലമാക്കിയിട്ടാണ് അവിടുന്ന് കിടന്നുറങ്ങുന്നത്. അതിൻ്റെ ഓരോ പ്രതിഫലം അവിടുന്ന് ജീവിതത്തിൽ, അവിടുത്തെ പരലോക ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വേണം സഹോദരന്മാരെ. നിങ്ങളെ ഉപദേശിക്കുകയല്ല, ഞാൻ എന്നോട് കുറച്ച് ഉച്ചത്തിൽ പറയുകയാണെന്ന് മാത്രം മനസ്സിലാക്കണം. മനുഷ്യർക്ക് തുണയായി, ജീവിതത്തിൽ തുണയായി, പങ്കാളിയായി, തണലായി അവർ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് അത്. ഇലാഹ് എന്ന് പറഞ്ഞ മുസ്തഖിറുൻ ഇലൈഹി, അവനിലേക്ക് ആവശ്യമുണ്ട്. അള്ളാഹു എന്നുള്ള ആ ഒരു സത്തയിലേക്ക്, അള്ളാഹുവിലേക്ക് നമുക്ക് എപ്പോഴും ആവശ്യമായിരിക്കുക എന്നുള്ള ആ ഒരു ഗുണം, ഈ ഒരു ഗുണവും ഇതുപോലത്തെ തങ്ങം സയ്യിദുമാരിലും അതുപോലെ തന്നെ പണ്ഡിതന്മാരിലും അള്ളാഹു തആല ചേർത്തിട്ടുണ്ട്. മുർസലുകൾ ഉണ്ടായിരുന്ന കാലത്ത് അവരിലേക്കായിരുന്നല്ലോ മുഴുവൻ ജീവിതവും, അവരുടെ ആവശ്യങ്ങൾ മുഴുവനും ചെന്ന് പറയാൻ അവർക്ക് മുർസലുകളുണ്ട്, അവരുടെ നബിയുണ്ട്. ചോദിച്ചു മേങ്ങാം,
സ്വർഗം വാങ്ങാനും നരകത്തിൽ നിന്ന് കാക്കാനും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും അത് ചോദിച്ച് വാങ്ങാൻ അവർക്ക് അവരുടെ പ്രവാചകരുണ്ട്. ശേഷം നമുക്ക് വഴി നടത്താനും ദീനിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു വിധിവിലക്കുകൾ കൃത്യമായിട്ട് സുന്നത്ത് ജമാഅത്തിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഇവിടെ നിയോഗിക്കപ്പെട്ട പണ്ഡിതന്മാരാണ്. അവർ മുർസലുകളുടെ സ്ഥാനത്താണല്ലോ. പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ മുർസലുകളുടെ ആ നബിമാരുടെ അനന്തരാവകാശികളാണെന്ന് പറയുമ്പോൾ അവർക്ക് അനന്തരം കിട്ടിയിട്ടുള്ള സ്വത്ത് ഇൽമാണ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമാണ്. അത് ഇവിടുന്ന് കിട്ടിയ സ്വത്തല്ല. അവർക്ക് പണ്ഡിതന്മാരിൽ നിന്ന്, അവരുടെ മുമ്പുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അങ്ങനെ ചെന്നെത്തുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അപ്പോൾ മുത്തുനബിയിൽ നിന്നും അവിടുന്ന് മുമ്പുള്ള പ്രവാചകന്മാരിൽ നിന്നുള്ള അനന്തരം വളരെ സുന്ദരമായിട്ട് അവർ കയ്യിലേന്തിയിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ അവർ നമുക്ക് തുണയാണ്. അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അവർക്ക്, മുർസലുകളുടെ വിശേഷണമാണ് അവർക്ക്. നമുക്ക് ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാൽ തന്നെ അവരുടെ വിശേഷണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്കവർ അത്താണിയാണ്. ആത്മീയമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. എത്ര ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ നമ്മൾ ഉണ്ടെങ്കിലും അവരുടെ മുമ്പിലിരുന്ന് നമ്മളൊന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരിൽ നിന്നുള്ളൊരു തലോടൽ കിട്ടിയാൽ നമുക്ക് റാഹത്താണ്. എത്രയോ തവണ നമ്മളാകെ ഡൗണായി ജീവിതത്തിൽ പല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഒന്ന് ഓടി വന്ന് ഇവിടെ വന്നിരുന്ന് കുറച്ചൊക്കെ സംസാരിച്ച് പോകാൻ സമയത്ത് ആ തൊപ്പിയൊന്നെടുത്ത് തല നീട്ടിക്കൊടുത്താൽ ആദ്യം ഒന്ന് ചിരിക്കും. തങ്ങന്മാരായതുകൊണ്ട് നമ്മളല്ലേ ഓയിത്തന്നെ, ഇപ്പം നമ്മളെന്താ നിങ്ങൾ ഊതാനെന്ന് പറഞ്ഞാൽ കുറച്ചേരം അവിടെ ഇരുന്ന് കൊടുത്താൽ അവിടെ നിന്ന് ഓതേണ്ടതൊക്കെ ഓതിത്തന്ന് തലയിലൊന്ന് ഊതിയാൽ, ഞാൻ എപ്പോഴും പറയണ്ടേ, 2-3 മാസത്തിന് പ്രത്യേക റീചാർജ് ഒന്നും വേണ്ട. മനസ്സിനൊരു സന്തോഷമാണ്, ഒരു കുളിർമയാണ്. നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ നിന്ന് ദുആ ചെയ്യിപ്പിച്ചതെങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് നടക്കുമെന്നുള്ളത് ഒരു സംശയവുമില്ല. ഞാൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച നാദാപുരത്തേക്ക് ഇങ്ങനെ ഒരു ജോലി, ഒരു മദ്രസും അതുപോലെ തന്നെ നിസ്കാരപ്പള്ളി ഉണ്ടോന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് രാത്രിയാണ് തോന്നുന്നുണ്ട് ഉപ്പയുടെ അടുത്തേക്കാണ് വന്നത്. പള്ളിയിൽ ഞാൻ ഇമാമായിട്ട് അതുവരെ ജോലി ഏറ്റിട്ടില്ല. വിളിച്ച ആളോട് പറഞ്ഞു മദ്രസ് ഞാൻ നോക്കാം, പള്ളിനെ പറ്റി എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല, ഏതായാലും നിങ്ങൾ ബരി എന്ന് പറഞ്ഞപ്പോൾ തലേ ദിവസം ഞാൻ ഇവിടെ വന്നു. ഞാൻ അവിടുത്തോട് പറഞ്ഞു ഇങ്ങനെ വിഷയമുണ്ട്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞ് ഒന്ന് തൊപ്പി ഊരി തലയിൽ ഊതി. 8 വർഷം 7.5 വർഷം ആ പള്ളിയിൽ ഞാൻ ജോലി ചെയ്തു. ഇപ്പോഴും ഞാൻ പറയുന്നത് അത് അവിടുത്തെ ഊത്താണ്, അതിലൊരു സംശയമില്ല. അവർക്ക് പൊരുത്തപ്പെട്ട രീതിയിൽ, അവിടുത്തെ ജനങ്ങൾക്ക് പൊരുത്തപ്പെട്ട രീതിയിൽ എന്നെ കൊണ്ട് പെരുമാറാൻ കഴിഞ്ഞു എന്നുള്ളതും അവർക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഫുൾ ക്രെഡിറ്റും എൻ്റെ ആ ഒരു ഊത്തിലാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സാന്ദർഭികമായിട്ട് മറ്റൊന്നും കൂടി ഞാൻ പറയട്ടെ. ഞാൻ ഉംറയ്ക്ക് പോയ സമയത്ത് അവിടെ ചെന്ന് 2ാമത്തെ ദിവസം തന്നെ ഞാൻ നിർത്തിട്ടപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ പനി പിടിച്ച് ആകെ, നമ്മളെ ഭാഷ പറഞ്ഞ തൂഫാനായി, ആകെ പോയി. അതായത് നമുക്ക് 360 കെണിപ്പുകൾ ഉണ്ട് എന്നുള്ളതും എല്ലാ കെണിപ്പിൽ നിന്നും വേദന വരും എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി. മൂടി പുതച്ച് അവിടെ കടന്നു. പക്ഷേ ആകെ 14 ദിവസമാണ് ഉംറയ്ക്ക് ഉണ്ടാകുക. അവിടെ പോയിട്ട് കടന്നുറങ്ങാൻ കഴിയില്ലല്ലോ. ഏതായാലും എഴുന്നേറ്റ് ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്ത് ചെറിയ രൂപത്തിലൊക്കെ ചെയ്ത് ജബലന്നൂർ കയറാൻ പോയതാണ് രാവിലെ. അവിടെ എത്തിയപ്പോൾ പറ്റ അവശനായി. പിന്നെ മലയുടെ മുകളിലേക്കല്ലേ നോക്കണം, താഴേക്ക് നോക്കിയിട്ട് അങ്ങനെ മേലേക്ക് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് പോകുന്ന കാര്യം ഞാൻ തന്നെ ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും നമുക്കങ്ങനെയാണല്ലോ, അത് നഷ്ടപ്പെട്ടാൽ, അങ്ങനത്തെ ഒരു അവസരം അവിടെ നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടൂല. ഏതോ കാലത്ത് എപ്പോഴും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടെ അവിടെ എത്തിയതാ. ഈ സമയത്ത് നമ്മളെ കുഞ്ഞാലുസ്താദാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. അമീർ എന്ന് പറയാ, മറ്റേ അമീർ ഉണ്ടായതുകൊണ്ട് ഏതായാലും ഉസ്താദാണ് ഉള്ളത്. ഞാനൊന്നും നോക്കിയില്ല, നേരെ ചെന്ന് അവിടുത്തെ മുമ്പിൽ നിന്നിട്ട് തല കാണിച്ചു കൊടുത്തു. എനിക്ക് കയറാൻ കഴിയുന്നില്ല, നമ്മളൊന്ന് ഊരി തന്നെ. സാധാരണ കുഞ്ഞാലുസ്ഥാനത്ത് അങ്ങനെ ഊത്ത് കിട്ടാൻ പ്രയാസം തന്നെയാണ്. പക്ഷേ ആ നിപ്പ് തന്നെ, ആ റോട്ടിൽ നിന്ന് തന്നെ തലയിലൊന്ന് തലോടിയിട്ട് ഊതി കൃത്യമായിട്ട് ഞാൻ കയറി. അതുപോലെ തന്നെ സൂപ്പറായിട്ട് ഇറങ്ങി വന്ന് തളർന്ന് കടന്നെങ്കിലും
പക്ഷെ അതൊരു തളർച്ചയല്ലായിരുന്നു. ആ ഒരു ഊത്തിൻ്റെ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലുത് തന്നെയാണ്. അപ്പം അവിടുത്തെ ആ ഒരു ബറക്കത്ത് നമുക്ക് തുണയാണ്, നമുക്ക് ആശയാണ്, നമുക്ക് രക്ഷയാണ്. അവർ ഇതുപോലെ നമുക്കും ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആ ഒരു രീതിയിൽ ഇവർ ജീവിച്ചപ്പോൾ, ആ ജീവിതം മുഴുവൻ മാതൃകയാക്കി അവർ നമുക്ക് കാണിച്ചു തന്നപ്പോൾ, ആത്മീയമായ ആവശ്യങ്ങൾക്കും ദുന്യവിയായ ആവശ്യങ്ങൾക്കും നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ സധൈര്യം എപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്ന സമയം, മുർസലുകളുടെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെയും വിശേഷമായ ഈ വിശേഷണങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഉപ്പ അവിടുന്ന് കുടുംബങ്ങൾക്ക് അവലംബമായി, നമുക്ക് അവലംബമായി, നമുക്ക് അത്താണിയായി, തണലായി അവർ ജീവിച്ചു. ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വചനമുണ്ട്, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി ബഅദ അദാഇൽ ഫറാഇൽ ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം. പല റിപ്പോർട്ടുകളിൽ വന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി ബഅദ അദാഇൽ ഫറാഇൽ. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലോത്ത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ കടമകൾ വീട്ടിയതിന് ശേഷം ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ വെച്ച് ഏറ്റവും അള്ളാഹുവിലേക്ക് ഇഷ്ടമായത് ഇദ്ഖാലു സുറൂർ അലൽ മുസ്ലിം, ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ സന്തോഷം. ഫർദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഉപ്പയുടത്തേക്ക്, അല്ലെങ്കിൽ ഉപ്പയെ പോലത്തെ നമ്മളെ സെയ്തും നമ്മളെ തങ്ങളെ തന്നെ ഉദാഹരണം എടുത്താൽ മതി, നമുക്ക് കൂടുതൽ വീട്ടിലും പോകണ്ട. എന്തായാലും തങ്ങളെടുത്താൽ മതി, ഉദാഹരണം ഉപ്പ എടുത്താൽ മതി. അവിടത്തേക്ക് നിസ്കരിക്കാൻ സമയം കിട്ടലുണ്ടോ? സുന്നത്ത് നിസ്കരിക്കാൻ സമയം കിട്ടലുണ്ടോ? അജയരെ നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ ഇരുന്നാൽ അത് കഴിഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കല ആ സ്ഥലത്ത്. എപ്പോഴാ തങ്ങൾ എണീക്കല്? തങ്ങളെ സമയത്ത് തങ്ങൾ എഴുന്നേറ്റ് പോകലല്ലല്ലോ. വന്നവരുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒക്കെ കഴിഞ്ഞാലേ തങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കൂ. എന്തേ തങ്ങൾക്ക് നിസ്കരിച്ചുകൂടെ? എത്ര റക്അത്ത് നിസ്കരിക്കുന്ന തങ്ങളാണ്? എത്ര ഖുർആൻ പാരായണം ചെയ്യുന്ന തങ്ങളാണ്? പക്ഷേ അവർ അതിൻ്റെ ആ അടിസ്ഥാനം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് പെരുമാറുന്നത്. അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ആ മറ്റുള്ള സുന്നത്തുകളേക്കാൾ ഏറ്റവും നല്ലത്, ഏറ്റവും അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടത് ഇദ്ഖാലു സുറൂർ, ഒരു മനുഷ്യന് സന്തോഷം നൽകുക. എത്ര ആളുകളാ സന്തോഷിച്ചു പോകുന്നത്? കണ്ണീരോടുകൂടെ വന്നാൽ മനം നിറഞ്ഞ് സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകുന്ന നമ്മൾ എത്ര വട്ടം കണ്ടതാണ്, അനുഭവിച്ചതാണ്. അവരിൽ നിന്ന് ദുഃഖം നമുക്ക് മറക്കാം. വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരം കാണാൻ നമുക്ക് അവർക്കെടുത്തു പോകാം. നമുക്കതിന് പരിഹാരമുണ്ട്. അതവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അമലാണ്. അതിനേക്കാൾ മുന്തിയ അമലില്ലെന്നുള്ള റസൂലിൻ്റെ വചനമല്ലേ? ഇത് നമുക്കും നമ്മുടെ ജീവിതത്തിലാവണം. എന്തെങ്കിലും ഒരു ഫറഹ് അല്ലെങ്കിൽ ഒരു സന്തോഷം തൻ്റെ സഹോദരന് നമ്മളെക്കുറിച്ച് കിട്ടുമെങ്കിൽ, നമുക്ക് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഈ ഒരു പണി നമ്മളൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇതല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, മറ്റൊരാൾക്ക് നമ്മളെ സന്തോഷമൊന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിലും നമ്മളെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ വലിയ സന്തോഷമാണ്. അതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വചനമുണ്ട്, അൽ മുസ്ലിമു മൻ സലിം അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. നമ്മുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, നാവിൻ്റെ ഉപദ്രവം, ശാരീരിക ഉപദ്രവം, മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവൻ, ആരെയും ഉപദ്രവിക്കാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ അതാ ഒന്നുകിൽ നല്ലത്. ഇതല്ലാത്തവൻ, ഒരാൾക്ക് സന്തോഷമുണ്ടാക്കാത്തവനും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കി ജീവിക്കുന്നവനാണെങ്കിൽ അവൻ മുസൽമാനല്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനം നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ഇവർ ജീവിച്ചത് നമ്മൾക്ക് അത്താണിയായി ജീവിച്ചെങ്കിൽ, ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ജീവിച്ചെങ്കിൽ, നമുക്കൊക്കെ വേണ്ടിയിട്ടും നമ്മൾ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും സമുദായത്തിന് വേണ്ടിയിട്ടും അവർ ജീവിച്ചെങ്കിൽ, അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകയാക്കേണ്ട കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മാതൃകയാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അവർ കാണിച്ചു തന്ന വഴി നമുക്കുണ്ട്. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ വഫാത്താകുന്ന സമയത്ത് വൈസ് പ്രസിഡൻ്റാണ് അവർ. അമരക്കാരനാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രസിഡന്റ് എന്നുള്ള സ്ഥാനമാണ്. ശരിക്കും വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അമരക്കാരനായിട്ട് കൊണ്ടു നടക്കാൻ സഹായിക്കേണ്ട ഒരാൾ.
ജമിയത്തുലമയെ പടനയിക്കാൻ അതിനേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിട്ടായിരുന്നു ഇവിടുന്ന് വഫാത്തായത്. ആ സംഘം നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ പിന്തുടരാനാണ് നമ്മളെപ്പോലത്തെ സുന്നി യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകർക്ക് മുന്നിലുള്ളത്. ആ വഴി വെട്ടിത്തെളിച്ച് തന്ന് നമുക്കിതുപോലത്തെ ഒരു സ്ഥാപനം തന്ന് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് നമുക്ക് മദ്രസ ഇവിടെ ആക്കി തന്നു. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ട് നമുക്ക് അങ്ങോട്ട് അവിടുന്ന് യാത്ര ചെയ്യാതാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങിയതാണ്. നമുക്കത് ശക്തമായി അത് റാഹത്തായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഓരോരുത്തരെയും കടമയാണ് എന്നുള്ള കരുതി അവിടുത്തെ മാതൃകയാക്കുന്നു എന്നുള്ള നിയ്യത്ത് മാത്രം കരുതി ജീവിച്ചാൽ തന്നെ നമുക്കതിനും സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.